ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബൂമിംഗ് ബഡ്സ്. നമുക്ക് ഇന്ന് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഹൂ ഫ്ലൈസ് ദി കൈറ്റ് എന്ന സ്റ്റോറിയുടെ ആക്ടിവിറ്റീസ് നോക്കാം. സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കൂട്ടുകാർ ഒന്ന് കാണണേ. ആക്ടിവിറ്റീസിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ആക്ടിവിറ്റീസിലേക്ക് പോകാം. ആക്ടിവിറ്റി 1. Here are the events of the story. Who flies the kite? They are in a jumbled manner. Arrange them in the correct order. Who flies the kite എന്ന സ്റ്റോറിയിലെ ചില ഇവന്റ്സ്, ചില സംഭവങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അത് ക്രമം തെറ്റിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ എഴുതണം. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ, ദ ബോയ് സെഡ് ഐ മേഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ഞാനാണ്, അതായത് ആ ആൺകുട്ടി പറഞ്ഞു, ഞാനാണ് ഇത് ഉണ്ടാക്കിയത്, ഞാൻ തന്നെയാണ് ഇത് പറത്തിക്കുന്നത്. അടുത്തത്, ദേ ആൾ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗദർ ആസ് എ ടീം. നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു ടീമായി നിന്നതുകൊണ്ടാണ് ഈ കൈറ്റ് നമുക്ക് പറത്താൻ കഴിഞ്ഞത് എന്ന് എല്ലാവരും ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. ദി കൈറ്റ്സ് ടെയിൽ സെഡ് ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി ഇൻ ദി എയർ. ഈ എയറിൽ ഞാനാണ് കൈറ്റിനെ സ്റ്റഡിയായി നിർത്തുന്നത് എന്ന് ആരാണ് പറഞ്ഞത്? ടെയിൽ പറഞ്ഞു. ദി വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ് ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ. അപ്പോൾ കാറ്റ് പതുക്കെ പറഞ്ഞു, ഞാനാണ് ഈ പാട്ടത്തെ ഉയരങ്ങളിലേക്ക് പറത്തിക്കൊണ്ടുപോകുന്നത്. ദി മേയർ സോ എ ബോയ് ഫ്ലൈയിങ് എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദി പാർക്ക്. മേയർ ഒരു ആൺകുട്ടി പാർക്കിൽ നല്ല ഭംഗിയുള്ളതും അതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ളതുമായ ഒരു പട്ടം പറത്തുന്നത് കണ്ടു. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു സ്റ്റോറി നന്നായി വായിച്ചവർക്കും അത് കേട്ടവർക്കും ഇതെങ്ങനെയാണ് കറക്റ്റ് ഓർഡറിൽ എഴുതുക എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇതെങ്ങനെയാണ് കറക്റ്റ് ഓർഡറിൽ വരിക എന്ന് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു തരാം. ഫസ്റ്റ് വരുന്ന സെന്റൻസ്, ദ മേയർ സോ എ ബോയ് ഫ്ലൈയിങ് എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദി പാർക്ക്. മേയർ ഒരു ആൺകുട്ടി പാർക്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പട്ടം പറത്തുന്നത് കണ്ടു. അതാണ് ആദ്യത്തെ സെന്റൻസ്. രണ്ടാമത് വരുന്നത്, ദി ബോയ് സെഡ് ഐ മേഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ആൺകുട്ടി പറഞ്ഞു, ഞാനാണ് ഈ പട്ടം ഉണ്ടാക്കിയതും ഞാനാണ് ഈ പട്ടം പറത്തുന്നതും. മൂന്നാമതായി വരുന്നത്, ദ വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ് ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ. കാറ്റ് പതുക്കെ പറഞ്ഞു, എന്താണ്, ഞാനാണ് ഈ പട്ടത്തെ ഉയരങ്ങളിലേക്ക് പറത്തിക്കൊണ്ടുപോകുന്നത്. അതുപോലെ നാലാമതായി വരുന്നത്, ദ കൈറ്റ്സ് ടെയിൽ സെഡ് ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി ഇൻ ദി എയർ. ടെയിൽ പറഞ്ഞു, ഞാനാണ് ഈ കൈറ്റിനെ എയറിൽ സ്റ്റഡിയായി നിർത്തുന്നത്. ലാസ്റ്റ് വരുന്നത്, ദേ ആൾ സ്മൈൽ ആൻഡ് എഗ്രീഡ് ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗദർ ആസ് എ ടീം. അവരെല്ലാവരും ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു, നമ്മളെല്ലാവരും ഒരു ടീമായി നിന്നത് കൊണ്ടാണ് ഈ ഒരു പട്ടത്തെ നമുക്ക് പറത്താൻ കഴിഞ്ഞത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഈ കറക്റ്റ് ഓർഡറിൽ തന്നെ ആ സ്പേസിൽ അവിടെ എഴുതി ചേർക്കണേ. അടുത്ത ആക്ടിവിറ്റി നോക്കാം. പിക്ചർ സ്റ്റോറി കട്ട്. Look at the pictures given below. Some of the events are given. Write the events in the given space and add pictures wherever necessary. Give a suitable title. അതായത് ഒരു പിക്ചർ നോക്കി സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചില ഇവൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ, പിക്ചറിൽ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആവശ്യമെങ്കിൽ ചിത്രവും വരഞ്ഞു ചേർക്കാം. അതുപോലെ ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ, നല്ല അനുയോജ്യമായ ഒരു ടൈറ്റിലും ഹെഡിങ്ങും ഈ ഒരു സ്റ്റോറിക്ക് നൽകണം. ഈ ഒരു സ്റ്റോറിയിലേക്ക് നൽകിയിരിക്കുന്ന ടൈറ്റിൽ ദി ഫ്രണ്ട്സ് ആൻഡ് ദി ആപ്പിൾ ട്രീ. അതിൽ ഫസ്റ്റ് ഇവന്റ് നമുക്ക് തന്നിട്ടുണ്ട്, റെനി വാസ് ഫോണ്ട് ഓഫ് പ്ലാന്റ്സ്. റെനി എന്ന പേരുള്ള കുട്ടിക്ക് ചെടികളെ വളരെ ഇഷ്ടമാണ്. വൺ ഡേ ഹി ഗോട്ട് എ സാപ്ലിംഗ്. ഒരു ദിവസം അവനൊരു തൈ കിട്ടി. ഹി ഡിസൈഡഡ് ടു പ്ലാന്റ് ദ സാപ്ലിംഗ് ഇൻ ഹിസ് ഓർച്ചാർഡ്. അവൻ അവൻ്റെ തോട്ടത്തിൽ ആ പ്ലാന്റ് നടാമെന്ന് തീരുമാനിച്ചു. സെക്കൻഡ് പിക്ചറിൽ നോക്കൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സെൻറ്റൻസ് എന്താണ് വരിക? അവൻ ആ പ്ലാന്റ് അവിടെ നടുകയാണല്ലേ. റെനി ഫൗണ്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഇൻ ഹിസ് ഓർച്ചാർഡ്. അതായത് റെനി അവൻ്റെ ആ ഒരു തോട്ടത്തിൽ ആ ഒരു ചെടി നടാൻ വേണ്ട അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി. ഹി പ്ലാന്റഡ് ആൻ ആപ്പിൾ ട്രീ. അവൻ ആ ഒരു ആപ്പിൾ ട്രീയുടെ പ്ലാന്റ് അവിടെ നട്ടു. അടുത്ത പിക്ചറിൽ ആ ഒരു കുട്ടി ആ ഒരു പ്ലാന്റിന് നനയ്ക്കുന്നുണ്ടല്ലേ, അതുപോലെ കുറച്ച് അനിമൽസ് അവിടെ നിൽക്കുന്നുണ്ട്. റെനി കെയർഡ് ഫോർ ഇറ്റ് വെൽ ആൻഡ് വാട്ടർഡ് ഇറ്റ്. റെനി ആ ഒരു പ്ലാന്റിനെ നന്നായി നോക്കുകയും നനയ്ക്കുകയും ചെയ്തു. ഹിസ് ഫ്രണ്ട്സ് ദി റാബിറ്റ്, ദ ഫോക്സ് ആൻഡ് ദ മങ്കി ഹെൽപ്ഡ് ഹിം. അങ്ങനെ അവൻ്റെ കൂട്ടുകാരായ റാബിറ്റും ഫോക്സും
കുരങ്ങനുമെല്ലാം അവനെ ഇതിന് ഹെൽപ്പ് ചെയ്തു. അടുത്ത പിക്ചറിൽ കുറച്ചുകൂടി ആനിമൽസ് വന്നിട്ടുണ്ടല്ലേ. ദ പ്ലാൻ ബിഗൻ ടു ഗ്രോ ഗ്രാജുവലി. അങ്ങനെ പതുക്കെ പതുക്കെ ആ ഒരു ചെടി വളരാൻ തുടങ്ങി. ദി ഫ്രണ്ട്സ് കെയർഡ് ഫോർ ഇറ്റ് എവറി ഡേ. ആ കൂട്ടുകാരെല്ലാവരും അതിനെ എല്ലാ ദിവസവും പരിപാലിച്ചു. ദി ഡിയർ ഓൾസോ ജോയിന്റഡ് ദം. ഇവരുടെ കൂട്ടത്തിൽ ഒരു മാനും കൂടി ചേർന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ചെടിയെ പരിപാലിക്കാൻ വേണ്ടി. അടുത്ത പിക്ചറിൽ നോക്കൂ. ഒരു പ്ലാന്റ് നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ടല്ലേ. ദ പ്ലാന്റ് ബിഗൻ ടു ബിയർ ഫ്രൂട്ട്. അങ്ങനെ ആ ഒരു പ്ലാന്റ് നിറയെ കായകൾ ഉണ്ടായി. മോർ ഫ്രണ്ട്സ് ലൈക്ക് ദ ജിറാഫ് ആൻഡ് ദ പീകോക്ക് കെയിം ടു ഹെൽപ്പ് വിത്ത് ദ ട്രീ. അങ്ങനെ ആ ഒരു മരത്തിനെ സഹായിക്കാൻ വേണ്ടി കൂടുതൽ ഫ്രണ്ട്സ് അവരുടെ കൂട്ടത്തിൽ ചേർന്നു. ജിറാഫും പീകോക്കും ഒക്കെ അവരുടെ കൂട്ടത്തിൽ ചേർന്നു. അടുത്തൊരു ഇതിൽ നമുക്ക് പിക്ചറാണ് വരഞ്ഞു കൊടുക്കേണ്ടത്. അതിനുള്ള ഇവന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കൂ. വൺ ഡേ എ മംഗൂസ് കെയിം ദർ. ഒരു ദിവസം അവിടേക്ക് ഒരു മംഗൂസ് എന്ന് വെച്ചാൽ കീരി വന്നു. ഇറ്റ് ബിഗൻ ടു മേക്ക് എ ബറോ അണ്ടർ ദി ട്രീ. അത് ആ ഒരു മരത്തിന്റെ അടിയിൽ ഒരു മാളം ഉണ്ടാക്കാൻ തുടങ്ങി. ദ മങ്കി സോ ഇറ്റ്. അത് ആ ഒരു കുരങ്ങൻ കണ്ടു. ഹി ഇൻഫോം ഹീസ് ഫ്രണ്ട്സ്. കുരങ്ങൻ അപ്പോൾ തന്നെ അവന്റെ ഫ്രണ്ട്സിനെ ഈ വിവരം അറിയിച്ചു. വെൻ ഓൾ ദി അനിമൽസ് ഹിയർ ദി ന്യൂസ് ദേ കെയിം റണ്ണിങ് ടു ദി ട്രീ. അങ്ങനെ എല്ലാ മൃഗങ്ങളും ഈ ഒരു വാർത്ത കേട്ടു. അവർ ആ ഒരു മരത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഓൾ ദി അനിമൽസ് ടുഗെദർ ഡ്രോ ദി മംഗൂസ് അവേ. എല്ലാ അനിമൽസും അങ്ങോട്ട് ഓടി വരുന്നത് കണ്ട് ആ കീരി പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോയി. അടുത്ത ബോക്സിൽ നമുക്ക് സെന്റൻസ് എഴുതി ചേർക്കാം, പിക്ചർ അല്ല. ദ ട്രീ വാസ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ് റെഡി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എയ്റ്റ് ദം ടുഗെദർ. അങ്ങനെ ആ ഒരു മരം നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായി. റെനിയും അവന്റെ ഫ്രണ്ട്സും ചേർന്ന് ആ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചു. അടുത്ത ആക്ടിവിറ്റീസ്. കൈറ്റ്സ്. മേക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൈറ്റ്സ് യൂസിങ് കളർഫുൾ പേപ്പർ. റൈറ്റ് മെസ്സേജസ് അബൌട്ട് യൂണിറ്റി ആൻഡ് ടീം വർക്ക് ഓൺ ദം. എക്സാമ്പിൾ, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഓർഗനൈസ് എ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ഇൻ യുവർ സ്കൂൾ. അതായത് കളർഫുൾ പേപ്പേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ഡിഫറെന്റ് തരത്തിലുള്ള കൈറ്റ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് യൂണിറ്റിയുമായി ബന്ധപ്പെട്ട മെസ്സേജസ് എഴുതി ചേർക്കാം. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഇതുപോലുള്ള മെസ്സേജസ് ആ ഒരു കൈറ്റിൽ എഴുതി ചേർക്കുകയും അതുപോലെ തന്നെ സ്കൂളിൽ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ നടത്താനും പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അടുത്ത ഒരു ക്രാഫ്റ്റ് വർക്കാണ് തന്നിരിക്കുന്നത്. ക്രാഫ്റ്റ് കോർണർ. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. ദി ആൻഡ്സ് ആർ മെയ്ഡ് വിത്ത് ഡിഫറെന്റ് മെറ്റീരിയൽസ്. ലെറ്റ്സ് മേക്ക് അവർ ഓൺ ആൻഡ്സ്. പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ആൻഡിന്റെ പിക്ചർ താഴെ തന്നിട്ടുണ്ട്. നിങ്ങളോടും അതുപോലെയുള്ള ഉറുമ്പുകളെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ മേക്കിംഗ് യുവർ ആൻഡ്സ് റൈറ്റ് ദി ഡീറ്റെയിൽസ് ബിലോ. ഉറുമ്പിനെ ഉണ്ടാക്കിയതിനു ശേഷം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് താഴെ എഴുതണം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണോ ഉറുമ്പിനെ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ എഴുതി ചേർക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. ഓക്കെ, നമുക്കത് നോക്കാം. ഐ മെയ്ഡ് മൈ ആൻഡ് വിത്ത് ക്ലേ. ഞാൻ എൻ്റെ ഉറുമ്പിനെ ഉണ്ടാക്കിയത് കളിമണ്ണ് ഉപയോഗിച്ചാണ്, ക്ലേ ഉപയോഗിച്ചാണ്. ഇറ്റ്സ് കളർ ഈസ് റെഡ് ആൻഡ് ബ്ലാക്ക്. അതിന്റെ നിറം റെഡും ബ്ലാക്കുമാണ്. മൈ ആൻഡ് ഹാസ് 6 legs. എൻ്റെ ഉറുമ്പിന് 6 കാലുകളുണ്ട്. ഐ നെയ്മഡ് മൈ ആൻഡ് നിക്കി. എൻ്റെ ആൻഡിനെ ഞാൻ നിക്കി എന്നാണ് പേരിട്ടത്. ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് മൈ ആൻഡ് ഇൻ ദി ഗാർഡൻ. ഞാൻ എൻ്റെ ഉറുമ്പിനെ ഗാർഡനിൽ പ്ലേസ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ പോലെ തന്നെ കൂട്ടുകാർക്ക് എന്തുപയോഗിച്ചാണോ നിങ്ങൾ ആൻഡിനെ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസും എന്ത് നിറത്തിലാണോ ഉണ്ടാക്കുന്നത് അതൊക്കെ ഇവിടെ എഴുതി ചേർക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഹു ഫ്ലൈസ് ദി കൈറ്റ് എന്ന സ്റ്റോറിയുടെ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞു. അതുപോലെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് 4ാം ക്ലാസ്സിലെ മറ്റു പാഠങ്ങളുമായി കാണാം. താങ്ക്